സംസ്ഥാനത്ത് മാപ്രലഹള. പലതരത്തിലുള്ള ടെററിസത്തെക്കുറിച്ച് അഥവാ ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ടെററിസം, സബ്സ്റ്റേറ്റ് ടെററിസം, സോഷ്യൽ റെവല്യൂഷണറി ടെററിസം, നാഷണലിസ്റ്റ് സെപ്പറേറ്റിസ്റ്റ് ടെററിസം, റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ടെററിസം, റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് ടെററിസം, ന്യൂ റിലീജിയൻസ് ടെററിസം, റൈറ്റ് വിംഗ് ടെററിസം, ലെഫ്റ്റ് വിംഗ് ടെററിസം, കമ്മ്യൂണിസ്റ്റ് ടെററിസം, സ്റ്റേറ്റ് സ്പോൺസർഡ് ടെററിസം, സ്റ്റേറ്റ് ടെററിസം, ക്രിമിനൽ ടെററിസം, പതോളജിക്കൽ ടെററിസം. എന്നാൽ മാധ്യമ ടെററിസം അല്ലെങ്കിൽ മാപ്ര ടെററിസം എന്നൊരു ശാഖ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയുക. റൂമർ അഥവാ ഊഹാപോഹങ്ങൾ പരത്തിപ്പോലും ആളുകളെ പാനിക്കാക്കാം, അവരുടെ സമാധാനം നശിപ്പിക്കാം. സംസ്ഥാനത്തിന്റെ എന്തിന്, രാജ്യത്തിന്റെ തന്നെ സമാധാനം തകർക്കാം ഇത്തരം റൂമറുകളിലൂടെ. പണ്ടൊക്കെ തീവ്രവാദികളും തീവ്ര ഗ്രൂപ്പുകളും ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ ഉപയോഗിച്ചാണ് തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ആ സ്ഥാനത്ത് ഇവർ ചെയ്യുന്നത്. ഇത് വളരെ സേഫും ഇതിൽ ഏർപ്പെടുന്നവർക്ക് യാതൊരു പരിക്കോ ജീവഹാനിയോ ഉണ്ടാകാത്തതുമാണ്. താരതമ്യേന ചെലവും കുറവാണ്, പ്രഹരശേഷി വളരെ കൂടുതലുമാണ്. ഒരു സമൂഹത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താം ദിവസങ്ങളോളം ഇത്തരത്തിലുള്ള ആസൂത്രിത ഫേക്ക് ന്യൂസ് ഷെല്ലിംഗ് വഴി. ഇതിനുള്ള ഉദാഹരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. തീവ്രവാദ സംഘടനകൾ ബിനാമികളെ മുന്നിൽ നിർത്തി സാറ്റലൈറ്റ് ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ആരെയാണോ തകർക്കേണ്ടുന്നത് അവർക്കെതിരെയും, അവർക്ക് ആരെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടുന്നത് അവർക്ക് അനുകൂലമായും ക്യാമ്പയിനുകൾ തീവ്രമായി നടത്തുന്നു. ഇതിനായി നെഞ്ചത്ത് ബോംബ് കെട്ടിവെച്ച് മനുഷ്യ ബോംബായി പൊട്ടിച്ചിതറുവാൻ മനസ്സുള്ളവരെ റിക്രൂട്ട് ചെയ്ത് മോൾഡ് ചെയ്തെടുക്കുന്നത് പോലെ ആവശ്യത്തിലേറെ പണം കൊടുത്ത് ഇത്തരം എക്സ്ട്രീമിസ്റ്റ് ട്രൈറ്റ്സ് ഉള്ള മാധ്യമപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് പരിശീലനം കൊടുത്ത് മാധ്യമപ്രവർത്തകരായി വേഷം കെട്ടിച്ച് ഇറക്കുന്നു. ഇവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇവർ ഊണും ഉറക്കവുമില്ലാതെ പറന്നു നിന്നോളും പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടുന്ന ആശയത്തിനായി. അതിനായി അവർ മരിക്കുവാൻ പോലും തയ്യാറാകും. അത്തരം കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളവരാണ് ഇത്തരക്കാർ. ഉദാഹരണത്തിന് കാട്ടുകള്ളന്മാരുടെ ചാനലിൽ കിടന്ന് കുത്തിമറിയുന്ന അമേര ശിരസ്കൻ, സ്വർണ്ണക്കടത്തടക്കം സകല കൊള്ളകളും നടത്തിയത് പിണറായി വിജയനാണെന്നും ADGP MR അജിത് കുമാർ പ്രവർത്തിച്ചത് ഈ പിണറായി വിജയന് വേണ്ടിയാണെന്നും നന്നായി അറിയാമെന്നിരിക്കെ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടാതെ ഒരു ജീവനക്കാരൻ മാത്രമായ MR അജിത് കുമാറിന്റെ രക്തത്തിനായി ദാഹിക്കുന്നത് ഇവിടുത്തെ ജിഹാദി ഫണ്ടഡ് ചാനലുകൾ എന്തിനാണ് എന്ന് ഞങ്ങൾ ഇന്നലെ വിശദമായി വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന ഗുരുതരമായ പല വിഷയങ്ങളും ഉണ്ടെന്നിരിക്കെ വയനാട് ദുരന്ത ബാധിതർക്ക് ഇതുവരെ സഹായങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഓണമായിട്ടും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് താറുമാറായി കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ, പദ്ധതികൾ, മുല്ലപ്പെരിയാറിൽ പരിശോധന നടത്തുവാൻ തമിഴ്നാടിന് അധികാരം നൽകിയത്, അഴിമതികൾ ഒന്നും വാർത്തയാക്കാതെ നിലമ്പൂർ മൂരിയുടെ കൂത്താണിപ്പോൾ എല്ലാവരും ലൈവായി 24 മണിക്കൂറും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജിഹാദി സ്പോൺസേഡ് മാപ്രലഹളയാണ് എന്ന് മനസ്സിലാക്കുക. എന്തിന്? അവരുടെ കണ്ണിലെ കരടായ ADGPയെ മാറ്റുവാൻ, എന്നിട്ട് സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തും അവയവക്കടത്തും സുഗമമായി നടത്തുവാൻ, ശല്യക്കാരായ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു മുന്നറിയിപ്പാകുവാൻ, തങ്ങളോട് കളിച്ചാലുള്ള അനുഭവം എന്താണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രം. ഇത് മാപ്രലഹളയാണ്, തീവ്രവാദമാണ്. ഓർക്കുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ RSS നേതാവിനെ കണ്ടു ചർച്ച നടത്തി എന്ന കാരണത്താൽ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിയെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. കാരണം RSS രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല. RSSൽ പ്രവർത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇക്കഴിഞ്ഞ ജൂലൈ 9 പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം നീക്കുകയും ചെയ്തിരുന്നു. അജിത് കുമാർ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ജീവനക്കാരനാണ്, അല്ലാതെ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല. CPM ഭരിക്കുമ്പോൾ രാഷ്ട്രീയ വിരുദ്ധ ചേരിയിലുള്ള സംഘടനയിലെ നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP ചർച്ച നടത്തുന്നതിന്റെ പേരിലാണ് ഇപ്പോൾ വിവാദം ഉയരുന്നത്. ഇതിന്റെ പേരിൽ സസ്പെൻഷൻ നിയമപരമായി കഴിയില്ല, വേണമെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റാം. അതുപോലെ MR അജിത് കുമാറിനെതിരെ ഉയർന്ന മറ്റ് ഗുരുതര ആരോപണങ്ങളുടെ പേരിൽ വകുപ്പുതല നടപടിയെടുക്കാം, വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അപ്രധാന തസ്തികയിൽ നിയമിക്കുകയോ ചെയ്യാം. ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും സർക്കാർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം അജിത് കുമാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞു തന്നെയാണ് എന്നതാണ് ഇതിനർത്ഥം. അപ്രകാരം പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെ സർക്കാരിന് സംരക്ഷിച്ചേ മതിയാവൂ എന്ത് വില കൊടുത്തു.
ഇപ്രകാരം ഒരു കൂടിക്കാഴ്ച സംഭവിച്ചു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടും അന്ന് എന്തുകൊണ്ട് അജിത് കുമാറിനെതിരെ സർക്കാർ നടപടിയെടുത്തില്ല എന്നതിൽ എല്ലാ ഉത്തരവുമുണ്ട്. നിലമ്പൂർ മോരി വിടുവാടിക്കുമ്പോൾ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഒരു ADGPയെ നീക്കം ചെയ്യണം എന്ന് പറയുന്നതാണ് ജിഹാദി സ്പോൺസേഡ് മാപ്രലഹള എന്ന് പറയുന്നത്. അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിലും പരിതസ്ഥിതി ദുർബല പ്രദേശത്ത് തടയണ ഉൾപ്പെടെ നിർമ്മിച്ച അൻവറിനെതിരെ പരാതികൾ ഉയർന്നിട്ടും അൻവറെ MLA സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിരുന്നോ? ഇല്ല. ഇപ്പോൾ തീവ്ര സംഘടനകളുടെ ആവശ്യമാണ് ADGPയുടെ വിക്കറ്റ് തെറിപ്പിച്ച് നിലമ്പൂർ മോരിയുടെ മാനം കാത്തുസൂക്ഷിക്കുക എന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ നടത്തിയ ചക്കുളത്തിപ്പോരിൽ സർക്കാർ തന്നെ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥനെ മാറ്റേണ്ടി വന്നാൽ അത് അന്തംഗമ്പി സർക്കാരിന്റെ തികഞ്ഞ പരാജയമായി വിലയിരുത്തപ്പെടും. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുവാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. വീഴ്ച കണ്ടെത്തിയാൽ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. ഉപജീവനത്തിനുള്ള ഭത്ത ലഭിക്കും. 6 മാസത്തേക്കാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ സാധിക്കുക. 6 മാസം പൂർത്തിയാകാറാകുമ്പോൾ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി ചേർന്ന് സാഹചര്യം പരിശോധിക്കും. ആവശ്യമെങ്കിൽ വീണ്ടും സസ്പെൻഷൻ നീട്ടാം. റിവ്യൂ കമ്മിറ്റി സസ്പെൻഷൻ പിൻവലിക്കുവാൻ നിർദ്ദേശിച്ചാലും അന്തിമ തീരുമാനം സർക്കാരിൻ്റെതാണ്. 1 വർഷം മാത്രമേ സസ്പെൻഷനിൽ നിർത്തുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുള്ളൂ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെതിരെ ഉള്ള അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറണം. കേന്ദ്രമാണ് ഗുരുതര കുറ്റകൃത്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കെതിരെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയോ കോടതിയെയോ സമീപിക്കുവാൻ സാധിക്കും. അതായത് മാപ്രലഹള നടത്തി ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയാലും അവർക്ക് യാതൊന്നും സംഭവിക്കത്തില്ല എന്ന് ചുരുക്കം. മൂരികൾക്കും മാപ്രകൾക്കും ഒരു ചെറിയ സുഖം ലഭിക്കും, അത്ര തന്നെ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇതാണ്: ADGP അജിത് കുമാർ 4 ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.